ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു മന്തി ആട്ടോ ഗൈസ്. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപ്സിക്കം, ഏലക്കായ്, പട്ട, ഗ്രാമ്പു, കുരുമുളക്, പിന്നെ കുറച്ച് ഗരം മസാല, അതുകൊണ്ട് തന്നെ ഒരു 1.5 മാഗി ക്യൂബ് ആട്ടോ ഗൈസ് എടുത്തിട്ടുള്ള. ഇനി നമുക്ക് നല്ലോണം ചിക്കൻ ഒന്ന് കുത്തി കൊടുക്കാം. പിന്നെ നമ്മൾ റെഡ് ഫുഡ് കളർ ഒഴിച്ചു. അതുകൊണ്ട് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സെല്ല ബസ്മതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ള ഗൈസ്. അത് നമുക്ക് ഒരു 20 മിനിറ്റ് കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളുടെ ആ ഫുൾ ഫ്ലെയിമിൽ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം ഒരു 5 മിനിറ്റൊക്കെ വേവുന്ന കോലത്തിൽ വേവിച്ചെടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ ഒരു ഓയിലിൽ അലിഞ്ഞു പോകട്ടോ, കാണാനൊന്നും ഉണ്ടാവില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മളെ ചോറ് വേവിച്ചെടുക്കട്ടോ ഗൈസ്. അപ്പോൾ അതാ നമ്മളെ അരി നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. സെല്ല ബസ്മതി റൈസ് ഇട്ട ഗൈസ് എടുത്തിട്ടുള്ള. അപ്പോൾ നമ്മളുടെ ആ ചെമ്പട്ടി വെച്ചു, ഉപ്പിട്ടു, വെള്ളം ഒഴിച്ചു. അതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിലും കുറച്ച് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതാ നമ്മളെ വെള്ളം നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കട്ടെ ഗൈസ്. അപ്പം അരിയുടെ വേവ് വെച്ചാൽ നമുക്കിങ്ങനെ കടിക്കുന്ന ഇതിലല്ലാത്ത രീതിയിൽ വേവിച്ചെടുക്കാം. അധികം വെന്ത് പോകാത്ത കോലത്തിൽ വേവിച്ചെടുക്കട്ടെ ഗൈസ്. അത് നിങ്ങൾക്കറിയാമല്ലോ വേവ്, അതൊക്കെ ആ ഒരു രീതിക്ക് നിങ്ങൾ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ചോറ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെ ചോറ് സെറ്റായി. ഇനി നമുക്ക് ഇത് എന്താ പറയുക, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ഓയിൽ ഉണ്ടാവുമല്ലോ, ഈ ഒരു ചിക്കൻ പൊരിക്കാൻ വെച്ച്, അത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ സാഹസികമായി മാറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്, കണ്ടില്ലേ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്നുകൂടി ഗ്യാസ് ഓൺ ആക്കിങ്ങാട്ട് വെക്കാട്ടോ ഗൈസ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ ചോറ് റൗണ്ടായിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഈ ഒരു ഓയിൽ നമ്മൾ മുക്കി വെച്ച ഓയിലില്ലേ, അത് നമുക്ക് കുറച്ച് ഇതിൻ്റെ ഇതിൽ ഒഴിച്ച് കൊടുക്കാം. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ചോറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ റെഡ് ഫുഡ് കളർ കുറച്ച് എടുത്തിട്ടുണ്ട്. ഫുഡ് കളറൊന്നും കൂടി പോയിട്ടോ ഗൈസ്. പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി അത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കണൽ വെച്ചിട്ട് ഒന്ന് എന്താ പറയുക സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതാ പൊകിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി. നമ്മളെ പാത്രം കുറച്ച് ചെറുതായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റിൽ നമ്മൾ സാധനം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം വലിയ പാത്രത്തിൽ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ച് സമയം ഒരു മണിക്കൂറൊക്കെ അത് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റുള്ള മന്തി നമ്മളത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് വെച്ച് നോക്കുമ്പം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അധികം വെന്തിട്ടില്ല, ചിക്കൻ നല്ലോണം സെറ്റായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു കുളത്തിൽ നല്ല സെറ്റായി. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. നമ്മൾ ഡൂമും സലാഡും ഒക്കെ ഉണ്ടാക്കി. പിന്നെ പെരുന്നാളിൻ്റെ ബീഫ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി സെറ്റാക്കി കഴിച്ചു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ.